നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ബാലൻ ആകെപ്പാടെ ധർമ്മ സങ്കടത്തില് ഓഡിറ്റോറിയത്തിന്റെ ഒരു സൈഡിലേക്ക് വന്ന് നിൽക്കുകയാണ്. കാരണം താൻ അവിടെ നിൽക്കാൻ പാടില്ല, താൻ അവിടെ നിന്നിട്ടുണ്ട് ധർമ്മന്റെ കല്യാണം നടക്കില്ല. ആ ഒരു വിഷമത്തിലായിരുന്നു ബാലന്. അങ്ങനെ പുറത്തു വന്ന് മാറി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഭഗവാൻ കൃഷ്ണൻ വരുന്നേ. അങ്ങനെ നന്ദൻ അങ്ങോട്ടേക്ക് വന്ന് ബാലനോട് ചോദിച്ചു, എന്താ ബാലേട്ടാ, ബാലേട്ടൻ എന്താ ഇങ്ങനെ ഇവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ? അല്ല അത് പിന്നെ എനിക്ക് മനസ്സിലാവും ബാലേട്ടന്റെ വിഷമം എന്താന്ന്. ഉറ്റ സുഹൃത്തിന് വേണ്ടിയിട്ടല്ലേ ബാലേട്ടൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തേന്ന് ചോദിച്ചു. അത് ഞാൻ പിന്നെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ലോന്ന് ഓർത്തിട്ട്. ആര്? കൃഷ്ണമംഗലംകാരാണോ? അതെ, അവരെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അവർ കിട്ടിയ അവസരം മുതലാക്കി എന്റെ മുഖത്ത് കരിവാരി തേക്കാനായിട്ടുള്ള ഒരു അവസരം അവർ പാഴാക്കില്ല. അത് കേട്ടപ്പം നന്ദൻ പറഞ്ഞു, ബാലേട്ടൻ വിഷമിക്കണ്ട, ധർമ്മന്റെ കല്യാണം അതല്ലേ ഇവിടെ നടക്കണ്ടേ, ധർമ്മന്റെ കല്യാണം നടക്കട്ടെ ബാലേട്ട, നമുക്ക് ഇതിനുള്ള ഒരു അവസരം കിട്ടും. ബാലേട്ടൻ ഇങ്ങനെ സങ്കടപ്പെടാൻ സമാധാനമായിട്ടിരിക്കുക. ആ സമയം ബാലന്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു ടെൻഷനൊക്കെ ആയിരുന്നു. ബാലൻ തന്റെ മനസ്സിലെ ടെൻഷനും കാര്യങ്ങളും എല്ലാം നന്ദനോട് പറയാണ്. എന്തോ ബാലൻ അങ്ങനെ അങ്ങോട്ട് പറയാൻ തോന്നി. ശരിക്കും പറഞ്ഞാല് ധർമ്മന്റെ കല്യാണം മുടങ്ങണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ കൃഷ്ണമംഗലംകാരെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞ് ഞാൻ കാരണമാണ് ആ വിവാഹം മുടങ്ങിയെന്നാ. അവന്റെ വിവാഹം നടന്ന് കാണാൻ വേണ്ടിയിട്ടാ ഞാൻ ഇത്ര ഓട്ടപ്പാച്ചിലുകളൊക്കെ നടത്തിയത്. ഒടുവില് സാരമില്ല ബാലേട്ടാ, ബാലേട്ടന് വിവാഹം കാണോ, വാ എന്റെ കൂടെ വാ, ഞാൻ ബാലേട്ടനെ കൊണ്ട് കാണിക്കാന്ന് പറയണ്ടേ. വേണ്ട എന്ന് പറയണ, ഇങ്ങോട്ട് ബാ ബാലേട്ടാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചു. ബാലേട്ടന് വിവാഹം കണ്ടാ പോരെ, അതിപ്പോ ബാലേട്ടനെ അവരാരും കാണാൻ പോകുന്നില്ല, നമുക്ക് നിന്ന് കാണാന്ന് പറയണ. അങ്ങനെ എന്ത് ചെയ്തു, ബാലനെ കൊണ്ടുപോയി. ഈ സമയത്ത് ധർമ്മനാകെപ്പാടെ വല്ലാത്ത വിഷമത്തിൽ നിൽക്കുക. ഗോമതിയൊക്കെ മാറി നിൽക്കുക. ഗോമതി മണ്ഡപത്തിലേക്ക് കയറാൻ നിൽക്കുമെന്ന സമയത്ത് ഇന്ദിരാമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ ഗോമതി, നീ അങ്ങോട്ട് കയറി വരാൻ പറയണ. ഗോമതിയോട് ഞാൻ എങ്ങനെയമ്മ വരുന്നേ? കണ്ടില്ലേ ബാലേട്ടന് സ്ഥാനം ഇല്ലാത്തടത്ത് ബാലേട്ടൻ പോയത് കണ്ടോ? ധർമ്മന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോളെ. തൽക്കാലത്തേക്ക് ഇപ്പം ധർമ്മന്റെ കല്യാണത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ബാക്കി കാര്യം പിന്നെ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, പിന്നെ നീ വിഷമിക്കേണ്ട കാര്യമില്ലാന്ന് പറയണ. അപ്പോഴേക്കും ആനും ഇത്രേ ആനന്ദമൊക്കെ ഗോമതിയുടെ അടുത്തേക്ക് വന്നിട്ട്, എന്താ അമ്മേ ചെയ്യണ്ടേ, നമ്മൾ ഇവിടെ നിൽക്കണോ അതോ പോണോന്ന് ചോദിക്കണം. അപ്പോഴേക്കും ഗോമതി വേണ്ട മക്കളെ, കാരണം നമ്മൾ ഇവിടുന്ന് എല്ലാരും പോയിട്ടുണ്ടെങ്കിൽ അത് ധർമ്മന് വിഷമാവും. ആരും പറഞ്ഞു, അത് ശരിയാ, മാമന് സങ്കടമാവും. നമ്മളെല്ലാരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാന്ന് പറയണം. അങ്ങനെ അവരും കൂടെ മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് കയറി നിൽക്കുക. രാജശ്രീ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പൊ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ഇതെല്ലാം ഈ പറയുന്ന അച്യുതന്റെ അനന്തന്റെ ഒക്കെ ഒരു പ്ലാനിങ് ആയിരുന്നു, ഈ കല്യാണം മുടക്കാന്നുള്ള. അതിന് വേണ്ടിയിട്ടാണ് അവര് ആ സൗദാമിനിയെ മോനം കൊണ്ടുവന്നതൊക്കെ തന്നെ. അപ്പൊ അവര് വന്ന് കല്യാണം മുടക്കി. അതേപോലെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച പോലെ, അവര് മനസ്സിൽ ഉറപ്പിച്ച പോലെ തന്നെ സുകന്യയുടെ അച്ഛന് ചന്ദ്രശേഖരനെ എല്ലാം നേരത്തെ കൊണ്ടവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പ്രകാരമാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങിയത്. ബാലൻ അത് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. ബാലിനെ സഹിക്കാൻ പറ്റിയില്ല. ബാലൻ അവിടെ പോയി സങ്കടപ്പെട്ടിരുന്ന് കരയുവാണ്. ആ സമയം നന്ദൻ വീണ്ടും ചെണ്ട് ആശ്വസിപ്പിച്ചു, ബാലേട്ട കെട്ട് കണ്ടില്ലേ, ഇനി ബാലേട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനും കൂടി ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന ഒട്ടോളത്തിലൊക്കെ അങ്ങോട്ട് പോന്നു. ആ സമയത്ത് കെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ്, കൈ പിടിച്ചു കൊടുക്കലും കാര്യങ്ങളും എല്ലാം. അപ്പോഴേക്ക് ശ്രീദേവിയുടെ ആനന്ദിന്റെ എല്ലാവരുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നു. കാരണം ബാലൻ അവിടെ ഇല്ല, ബാലിനെ ഉൾപ്പെടുത്തിയില്ലേ കല്യാണത്തിന്. മനഃപൂർവ്വം അവർ ചെയ്താന്നുള്ള കാര്യം അവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്തു. കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഗോമതിക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഗോമതി നേരെ ബാലിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോ ബാലിനെ അവിടെ എടുത്ത് മാറിയിരിക്കുന്നുണ്ടു. പെട്ടെന്ന് ബാലിന്റെ അടുത്തേക്ക് വന്നിട്ട് ബാലേട്ടാന്ന് പറഞ്ഞ് ആ കൈ പിടിച്ച് പൊട്ടി കരയുവാണ്. എന്തിനാ ഗോമതി, നീ എന്തിനാ കരയണേ? ധർമ്മന്റെ കല്യാണമൊക്കെ മംഗളകരമായിട്ട് നടന്നില്ലേ, അത് മതിയില്ലേ, നിനക്ക് സന്തോഷമായില്ലേ? ബാലേട്ടൻ ഇങ്ങനെ പറയരുത്, എന്റെ സന്തോഷം എന്താന്ന് ബാലേട്ടൻ അറിയാലോ, അത് ഇന്നും ബാലേട്ടൻ മനസ്സിലാക്കിയിട്ടില്ലേ? നമ്മളെല്ലാരും കൂടി സന്തോഷത്തോട് കൂടിയിട്ട് ധർമ്മന്റെ കല്യാണം കാണാൻ ആഗ്രഹിച്ചിരുന്നല്ലേ, എന്നിട്ടോ ഒടുവില് അവരെന്റെ ബാലേട്ടനെ ചതിച്ചില്ലേന്ന് ചോദിക്കാം. സാരമില്ല ഗോമതി, പോട്ടെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഗോമതി, എന്തായിരുന്നു അറിയാവോ? അവൻ എന്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കണം, എനിക്ക് അവന് അനുഗ്രഹം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് സാധിച്ചല്ലോ. കെട്ടിന് കഴിഞ്ഞതിന് ശേഷം അനുഗ്രഹം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ്
അളിയാന്നൊരു വിളി കേട്ടെ. നോയി കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ ആ പെൺകൊച്ചിന്റെ കൈയും പിടിച്ച് സുകന്യയുടെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. കെട്ട് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു, ആരുടെ അനുഗ്രഹം മേടിക്കുന്നതിന് മുമ്പ് ധർമ്മൻ സുകന്യയുടെ കയ്യെ പിടിച്ചു. കയ്യെ പിടിച്ചിട്ട് വരാനും പറഞ്ഞിട്ട് ബാലിനെ അന്വേഷിച്ച് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വരുമ്പോഴാണ് ബാലനും ഗോമതി ഇരിക്കുന്നതുണ്ട്. പെട്ടെന്ന് ബാലൻ ഞെട്ടി എഴുന്നേറ്റു. ഇതേ ഗോമതി ധർമ്മൻ എന്ന് പറയണ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് അങ്ങ് നിൽക്കുന്ന സമയത്ത് ധർമ്മൻ സുകന്യയോട് പറഞ്ഞു, ഇതേ ബാലേട്ടന്റെ കാല് വീണ് അനുഗ്രഹം മേടിക്കാൻ പറയണ. അങ്ങനെ ബാലന്റെയും ഗോമതിയുടെയും കാല് വീണ് രണ്ടുപേരും അനുഗ്രഹം മേടിക്കുക. ആ സമയത്ത് ധർമ്മൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് എന്തൊരു ആഗ്രഹമായിരുന്നു അറിയാവോ, ഞാൻ എൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് അളിയൻ എവിടെ ഉണ്ടാവണമെന്നുള്ള. അത് നടന്നില്ല. പക്ഷേങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ബാലേട്ടനെ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കണം എന്നുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആളുടെ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കുന്നതിന് മുമ്പ് എൻ്റെ ബാലേട്ടൻ്റെ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നേ. എൻ്റെ ബാലേട്ട അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയണ. അത് കേട്ടപ്പോൾ ബാലൻ ധർമ്മനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പൊട്ടിക്കരയാണ്. ഈ സമയം ധർമ്മം പറഞ്ഞു, അളിയൻ വിഷമിക്കൊന്നും വേണ്ട, അളി സങ്കടപ്പെടണ്ട. ഞാൻ എൻ്റെ അളിയനോടൊപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ അളിയനെ മായ്ച്ചു കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അത് മതിയിടാ, എനിക്ക് അത് മാത്രം കേട്ടാൽ മതി. നീ എൻ്റെ മൂത്ത മോനല്ലേ, ആ ഒരു സന്തോഷം, നിന്റെ കല്യാണം കഴിഞ്ഞല്ലോ, ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് അനന്തനും അച്യുതനും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. ആ സമയം ബാലൻ പറഞ്ഞു, നീ ഇനി പൊയ്ക്കോ, നീ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയണ. ധർമ്മനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. കാരണം അവിടുത്തെ ബാക്കി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അച്യുതൻ അനന്തനും ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ബാലനോട് പറഞ്ഞു, എങ്ങനെയുണ്ട് ബാല, ഇപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? നീ എന്താ ബാല വിചാരിച്ചോണ്ടിരിക്കണേ? നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മന്റെ കല്യാണം നമുക്ക് നടത്തുന്നോ? ഈ കൃഷ്ണമംഗലംകാരെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറയണ്ട അച്യുത, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ ഏറ്റവും മനസ്സിലെ ആഗ്രഹം സാധിച്ചു തന്നു. കാരണം ധർമ്മന്റെ കല്യാണം അത് നടക്കാന്നുള്ളായിരുന്നു എന്റെ ആഗ്രഹം. അത് നടന്നല്ലോ, അതെന്നെ മതി, എനിക്ക് വേറൊന്നും വേണ്ടാന്ന് പറയണ. പിന്നീട് ഗോമതിയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ബാ ഗോമതി, നമുക്ക് പോവാന്ന് പറയണ. അങ്ങനെ അവരങ്ങോട്ടേക്ക് മാറിപ്പോയി. ആ സമയം അച്യുതൻ അനന്തനോട് കണ്ടില്ലേ ബാലന്റെ മുഖം? ശരിക്കും പറഞ്ഞാൽ അയാളുടെ കർണം തീർത്ത് 2 കൊടുക്കണ്ട. ശരി, 2 കൊടുക്കുന്നേക്കാളും ബാലൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെയല്ല നാണം കെട്ട് ബാലൻ പോയിരിക്കുന്നേന്ന് പറഞ്ഞു. ഈ സമയത്ത് ആരിനും മിത്ര എല്ലാരും പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. മിത്ര ആരിനോട് പറഞ്ഞു, എന്നാലും കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ, അച്ഛനില്ലായിരുന്നേ, അവർക്ക് എല്ലാവർക്കും വിഷമമായിരുന്നു. ഇതേസമയം ശ്രീദേവിയുടെ നെഞ്ചി വല്ലാത്തൊരു പിടപ്പുണ്ട്. അത് വേറെന്നിന്റെ അല്ല, കാരണം ഈ ഒരു കല്യാണോടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. താൻ തന്നെ വീട്ടിലേക്ക് പോയിക്കോണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഓർത്ത് ഇനിയിപ്പോ ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? താൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദേവമംഗലത്തുള്ള എല്ലാവരും തന്നെ അന്വേഷിക്കും, അച്ഛനും അമ്മയൊക്കെ അന്വേഷിക്കും. ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും. ആനന്ദേട്ടൻ താൻ വീട്ടിലേക്ക് പോയതിന് കാരണം എന്താണെന്ന് ചിലപ്പോൾ തനിക്ക് അമ്മയ്ക്ക് വയ്യാത്തോണ്ടാ പോയെന്നൊക്കെ വിചാരിക്കുമായിരിക്കും. എന്നാലും എത്ര ദിവസം താനും ആനന്ദേട്ടനും തമ്മിലുള്ള ജീവിതം ഇതോടുകൂടി തീരുവാണ്, മാമന്റെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട്. അതൊക്കെ ഓർത്തപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനായി. മീനാക്ഷിയും ഇത്രയൊക്കെ ഓർത്ത എന്താ, ബാലൻ കല്യാണത്തിന് പങ്കെടുത്തില്ലോ, അപ്പൊ അതിന്റെ വിഷമായിരിക്കും ശ്രീദേവിയുടെ ഉള്ളില് എന്നായിരുന്നു അവരും വിചാരിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം അവർക്കൊട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ല. പിന്നീട് കല്യാണം കഴിഞ്ഞു സദ്യ ഉണ്ണാൻ നേരത്ത് ധർമ്മൻ ബാലിനെ അന്വേഷിച്ച് വരുന്ന സമയത്ത് ബാലിനെ അവിടെ കണ്ടില്ല. ധർമ്മന് ഭയങ്കര വിഷമായി പോയി. കാരണം ബാലിനോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണമെന്നായിരുന്നു ധർമ്മന്റെ ആഗ്രഹം. ബാലിനും മിത്ര, മീനാക്ഷി, ഗോമതി എല്ലാവരും അടുത്തടുത്ത് വേണം. അങ്ങനെ എല്ലാവരും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ബാലിന് സദ്യ ഉണ്ണാനൊന്നും നിന്നില്ല. ബാലിന്റെ മനസ്സ് അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു. കാരണം താൻ കൈ പിടിച്ചു കൊടുക്കണ്ടായിരുന്നു, അതൊന്നും നടന്നില്ലല്ലോ. ആ ഒരു വിഷമത്തോടു കൂടിയിട്ടാണ് ബാലൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഗോമതി നിന്നില്ല. ഗോമതിക്ക് നിൽക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ, തന്നെ ബാലേട്ടന് സ്ഥാനം ഇല്ലാത്തടത്ത് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ കല്യാണം നടക്കണമല്ലോ എന്ന് കരുതി മാത്രം ഗോമതി അവിടെ കയറി എന്നാണ്. ധർമ്മന്റെ കല്യാണത്തിന് ഒരു മുടക്കവും വരാൻ പാടില്ല. ഇനിയിപ്പൊ പ്രശ്നമില്ല, അത് കരുതിയിട്ടാണ് ബാലന്റെ കൂടെ ഗോമതിയും വീട്ടിലേക്ക് പോരുന്നേ. കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് നടന്നതിന്റെ ഒരു സന്തോഷത്തിലായിരുന്നു അനന്തനും അച്യുതനും ഒക്കെ. പക്ഷേങ്കില് ധർമ്മം നല്ല പണി തന്നെ കൊടുക്കും. അവരുടെ വിചാരം പെണ്ണിനെ വിളിച്ചോണ്ട് കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുന്ന. പക്ഷെ അതല്ല ധർമ്മം ചെയ്യാൻ പോകുന്നേ. പെണ്ണിനെ വിളിച്ചോണ്ട് നേരെ ദേവമംഗലത്തേക്ക് വരത്തുള്ളൂ. അങ്ങനെ അവർക്കിടെ നല്ല പണി തന്നെ കൊടുക്കും. അത് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാന്ന് ബാലൻ ഉറപ്പായിട്ടും കണ്ടെത്തുകയും ചെയ്യും. ആ പെണ്ണ് ഏതാണ്? അതിന് രാമേട്ടന്റെ മകളാണോ, അതോ ഇനിയിപ്പം ഈ പറയുന്ന അനന്തനും അച്യുതനും ഒക്കെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിക്കൊണ്ട് വന്നാണോ എന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്നുണ്ട്. രാമേണ്ണൻ കൊണ്ട് തന്നെ അത് പറയിക്കുകയും ചെയ്യും ബാലൻ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.